നമസ്കാരം. ആശ്രിത നിയമനങ്ങൾ അരങ്ങുവാഴുമ്പോൾ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വ്യവസായ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തി സ്ഥാപനങ്ങളെ കുളമാക്കുന്ന പരിപാടിക്ക് ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്തും മാറ്റമില്ല. മുസ്ലിം ലീഗ് വ്യവസായ വകുപ്പ് ഭരിക്കുന്ന കാലത്ത് ചെയർമാൻ്റെയും MD-യുടെയും കസേരകളിൽ പള്ളിക്കൂടത്തിൻ്റെ വരാന്ത കാണാത്തവരായിരുന്നു കൂടുതലും. LDF ഭരണകാലത്ത് വ്യവസായ മന്ത്രിയുടെ ബന്ധുവും PK ശ്രീമതി ടീച്ചർ MB-യുടെ മകനുമായ സുധീർ നമ്പ്യാരെയാണ് പ്രധാന വ്യവസായ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് നിയമിച്ച് മാതൃക കാട്ടിയിരിക്കുന്നത്. എന്നെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഒരല്പം ദയ കാണിക്കണം. ഇതുവരെ സമ്പാദിച്ച ഒരല്പം മാന്യത മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതുകൂടി ഇല്ലാതാക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. രാവിലെ പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പരാതി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ വ്യവസായ മന്ത്രി EP ജയരാജൻ പക്ഷേ വൈകിട്ടായപ്പോൾ നിയമനം തിങ്കളാഴ്ച തന്നെ റദ്ദാക്കിയിരുന്നതായി വ്യക്തമാക്കി. എൻ്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാകും. അന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. വന്നാൽ പറയാം. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. മുഖ്യമന്ത്രി പിണറായി ഇടപെട്ടതോടെയാണ് നിയമനം തെറിച്ചത്. ശ്രീമതി ടീച്ചർ മന്ത്രിയായിരുന്നപ്പോൾ മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത് വിവാദമായപ്പോഴും പിണറായി ഇടപെട്ടിരുന്നു. സാധാരണ നിലക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ MD-മാരെ നിശ്ചയിക്കുന്നത് നല്ല കഴിവുറ്റ ആളുകളെ നോക്കിയിട്ടാണ്. ഇത്തരം ഈ പറയുന്ന തരത്തിലുള്ള ഒരു നിയമനം നടന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. സാധാരണ നിലക്ക് നേരത്തെയുള്ള പരിചയവും കൂടി അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ആളുകളെ നിയമിക്കാറുള്ളൂ. ഈ പറയുന്ന പ്രത്യേക പ്രശ്നം എന്താണെന്നുള്ളത് പരിശോധിക്കാം. ഇവിടെ ഉണ്ട് സർ. അവൻ്റെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാണ്ടോ അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചുവിട്ടേക്ക്. ഇതാടതാണ് സാർ. കത്തി നിൽക്കുന്ന സ്വാശ്രയ സമരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനും തീപിടിച്ചു. സ്വാശ്രയ പ്രവേശനത്തിൽ മെച്ചപ്പെട്ട ഒരു കരാർ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുമ്പോഴും പ്രതിപക്ഷം സമരവുമായി ഇറങ്ങിയതിൽ മന്ത്രി ശൈലജ ടീച്ചർ ദുഃഖിതയാണ്. അതിനിടയിലാണ് സമരം തീർക്കാൻ മാനേജ്മെൻറ്റുമായുള്ള ചർച്ചയിൽ മന്ത്രിയെ മുഖ്യമന്ത്രി ശകാരിച്ചു എന്ന രീതിയിൽ പുറത്തുവന്ന വാർത്തകൾ. തീയില്ലാതെ പുകയുണ്ടാകില്ലല്ലോ. ഒടുവിൽ വിവാദ തീയണയ്ക്കാൻ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വിശദീകരണവും നൽകി. കാറ്റിന്റെ ദിശയിലേക്കാണ് ഗ്യാസ് പടരുന്നത്. ഇവിടെ ഇപ്പൊ ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തുള്ള വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി മിനിമം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാം ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്നോ? 500ഓളം വീടുകളുണ്ട് ഇവിടെ. ഒരു ഏരിയ മുഴുവൻ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വിജയിച്ച ഹാർഡ് ടാസ്ക്. എന്റെ അമ്മ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. 2 മിനിറ്റ്. അതിനുള്ളിൽ സമ്മതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഐ വിൽ ക്ലിയർ ദിസ് ഏരിയ. തീ പിടിപ്പിക്കാൻ ചിലരുടെ ശ്രമമുണ്ടെങ്കിലും സ്വാശ്രയത്തിൽ തീയും പുകയും ഇല്ലെന്ന് മന്ത്രി തീർത്തു പറയുന്നു. സ്വാശ്രയത്തിൽ എനിക്കൊരു ചൂടുമില്ല. തികച്ചും സത്യസന്ധവും ജനകീയവുമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചൂടിന് പ്രശ്നം ഇരിക്കുന്നില്ല. ചൂടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അവർ വെറുതെ ചൂട് പിടിപ്പിച്ച് സ്വയം ചൂട് പിടിച്ച് നടക്കുകയാണ്. അവർ ആ ചൂടെല്ലാം അവസാനിപ്പിച്ചിട്ട് നിയമസഭയായി സഹകരിച്ച് നമ്മുടെ എല്ലാ നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിലേക്ക് വരണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ്. ആരോഗ്യവകുപ്പിന് തീപിടിക്കുമ്പോൾ വിവാദത്തിൻ്റെ വാഴ വെട്ടരുത് എന്നാണ് മന്ത്രിയുടെ അഭ്യർത്ഥന. പ്രതിപക്ഷ സമരം തീർക്കാനുള്ള ശ്രമത്തിനിടയിൽ മുഖ്യമന്ത്രി ശകാരിച്ചു എന്നത് തീയില്ലാതെ ഉണ്ടായ പുകയെന്നും മന്ത്രി. എന്നിട്ട് എന്താ പ്രചരണം? ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്ലാഷ് ന്യൂസ് ആരോഗ്യവകുപ്പ് മന്ത്രിയെയും സെക്രട്ടറിയെയും മുഖ്യമന്ത്രി ശകാരിച്ചു. സത്യത്തിൻ്റെ ഒരു തരിമ്പുള്ള കാര്യമല്ലേ പറയുക? സാധാരണ നിങ്ങളുടെ ഫ്ലാഷ് ജനങ്ങളുടെ മുമ്പാകെ പോയില്ലേ?
ഞാനിനി എത്ര മറുപടി പറഞ്ഞാലും അത് കേട്ട ജനം എന്തോ ആരോഗ്യവകുപ്പ് മന്ത്രി ശകാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുമോ? എൻ്റെ അമ്മ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. MLA-മാരുടെ നിരാഹാര സമരം അവസാനിപ്പിച്ച UDF സ്വാശ്രയ സമരം പുറത്തേക്കും വ്യാപിപ്പിക്കുന്നു. ജില്ലാ കേന്ദ്രങ്ങളിൽ UDF-ന്റെ മാർച്ചുകളിൽ പലയിടത്തും അടിപൊട്ടി. ഇന്നലെ നിരാഹാരമിരുന്ന MLA-മാർക്ക് സ്വീകരണം നൽകിക്കൊണ്ടാണ് UDF പുതിയ സമരമുഖം തുറന്നിരിക്കുന്നത്. ഇനി എന്നുവരെ സമരം നീണ്ടുപോകും എന്ന് ആർക്കും അറിയില്ല. ആളുന്ന ലോകത്തിൽ മോഹത്തിൽ ഇറങ്ങി അന്നത്തെ അന്നത്തിനായി ഓടും നീ. UDF-ന്റെ സമരത്തിന് ആവേശം പകർന്നുകൊണ്ട് സമര നിരാഹാരം അനുഷ്ഠിച്ച ഹൈബി ഈഡനും ഷാഫി പറമ്പിലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ ആദ്യം അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. 7 ദിവസക്കാലം അവർ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച് ആശുപത്രിയിലേക്ക് മാറി. അവരോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ നെല്ലിക്കുന്നു. അതോടൊപ്പം തന്നെ KM ഷാജിയും ഉണ്ടായിരുന്നു, അനൂപ് ജേക്കബും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവരെ മാറ്റിയ ശേഷമാണ് നമ്മുടെ നാടിന് ചെറുപ്പക്കാരുടെ പ്രതീകമായ റോജി ജോണും VT ബലറാമും നിരാഹാരം അനുഷ്ഠിച്ചത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. പിണറായി വിജയൻ സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുമായി കേരളത്തിലെ UDF മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാശ്രയ വിഷയം നിയമസഭയിൽ കത്തുമ്പോൾ BJP MLA O രാജഗോപാൽ സർക്കാരിന് പിന്തുണ നൽകിയെന്നാണ് UDF-ന്റെ ആരോപണം. യുവമോർച്ച ABVP-ക്കാർ വൈകിയാണെങ്കിലും സമരത്തിൽ ഓടിയെത്തിയെങ്കിലും രാജേട്ടൻ നിയമസഭയിൽ കമാന്ന് വാ തുറന്നില്ല. ശ്രീരാമകൃഷ്ണൻ എന്ന് പേരുള്ളതിനാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്ത രാജേട്ടൻ സ്പീക്കറെ കാണുമ്പോൾ സഭയിൽ സർക്കാർ വിരുദ്ധത മറന്നു പോകുന്നതാകാം. ഇവിടെ ഒരു കൗതുകകരമായ കാര്യം, യഥാർത്ഥ പ്രതിപക്ഷമാകാൻ നടന്ന BJP ഈ സമരത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് LDF ഗവൺമെന്റിനോടൊപ്പമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CO രാജഗോപാൽ, ബഹുമാന്യനായ നിയമ MLA, ഈ സമരത്തിലുടനീളം LDF ഗവൺമെന്റിന്റെ ഭാഗത്തായിരുന്നു, LDF-നോടൊപ്പമായിരുന്നു. അദ്ദേഹം എല്ലാ ചർച്ചകളിലും LDF ഗവൺമെന്റിനെ പിന്താങ്ങുന്ന തെറ്റായ നടപടിയാണ് സ്വീകരിച്ചത്. ശ്രീരാമനെ സംബന്ധിച്ച് ധർമ്മത്തിൻ്റെ ആൾരൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ധർമ്മം സ്ഥാപിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുള്ളത്. ഈ എല്ലാ പേരുകളും കൂടി ചേർന്നാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്. ABVP-ക്കാർ സമരം ചെയ്യുമ്പോൾ O രാജഗോപാൽ അവിടെ പിണറായി വിജയന് മംഗളപത്രം എഴുതുന്ന ജോലിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. BJP-യുടെ തനിനിറം കൂടി പുറത്തു വന്നിരിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതായ ഒരു നല്ല പേരുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത്, ചെറുപ്പക്കാരൻ, മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ധാരാളം കാര്യങ്ങളിൽ യോജിപ്പുള്ളതായിട്ടുള്ള സുഹൃത്ത്, അങ്ങനെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ കരുതി. ഇയാളുടെ വായിക്കാത്തത് പഴമാണോ? ഇയാൾ ആവശ്യമില്ലെങ്കിൽ വളവളാന്ന് വർത്താനം പറയാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്നും മിണ്ടുകയില്ല. O രാജഗോപാൽ BJP-യുടെ MLA അല്ലേ? BJP-യുടെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം സഭയ്ക്കകത്ത് നടന്ന ചർച്ചകളിലും സഭയ്ക്കകത്ത് നടന്ന പ്രക്ഷോഭങ്ങളിലും ഇടതുപക്ഷ മുന്നണിയോടൊപ്പമായിരുന്നു. അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിന് നഷ്ടമാണ്. എന്തിനാണ് ഫീസ് കുറയ്ക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തിനാ എന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കണേ? തങ്ങളുടെ സമരം കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് BJP നേതാവ് K. സുരേന്ദ്രൻ പറയുന്നത്. ആരാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന മത്സരത്തിൽ പിന്നിലാവാൻ BJP ഒരുക്കമല്ല. 2 ദിവസം വൈകി എത്തിയത്
മേക്കപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് BJP. ഒരു ക്ലോസിംഗായിട്ടല്ല ഈ സമരം ആരംഭിക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ സംഘടനാ സംവിധാനം, പാർട്ടി പ്രവർത്തകർ എല്ലാവരും കഴിഞ്ഞ ഒരു മാസം പൂർണ്ണമായിട്ടും ദേശീയ സമ്മേളനത്തിൻ്റെ പുറകിലായിരുന്നു. അതുകൊണ്ട് 2 ദിവസം ഞങ്ങൾ വൈകി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഓടിയെത്തുന്നതിൽ ഞങ്ങൾക്ക് UDF-നേക്കാളും ഇക്കാര്യത്തിൽ ഓടിയെത്തുന്നതിൽ ഇന്നും ഞങ്ങളുടെ പ്രവർത്തകർ പരിക്കേറ്റ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അടക്കം കോഴിക്കോട് പരിക്കേറ്റിട്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണാത്തതു കണ്ടു നടക്കണ കാഴ്ചക്കാരുടെ നാടാണ്, എഴുതാപ്പുറമെല്ലാം വായിച്ചാനന്ദിക്കണ നാടാണ്. BJP മാത്രമല്ല, മുന്നണിയായ NDAയും സമരരംഗത്ത് ഇറങ്ങും. കൊടും വഞ്ചന അത് LDF-ഉം UDF-ഉം ഒരുമിച്ച് എടുക്കുകയാണ്. ഇതൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. LDF-ഉം UDF-ഉം സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ ഒത്തുകളിക്കുക. ഈ സ്വാശ്രയ കോളേജ് വിഷയത്തിൽ താമസം വിന വ്യാപകമായ പ്രക്ഷോഭ പരിപാടികളുമായി NDA രംഗത്ത് വരും. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. വെളിച്ചമേ നയിച്ചാലും പ്രധാനമന്ത്രിയോട് പിണറായി. സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കുകൂടി ഉണ്ടാകേണ്ടതുണ്ട്. കുട്ടാട്ടനെ കൊണ്ടേ പറ്റൂ. കഴിഞ്ഞ ആഴ്ചയുടെ ക്ലാസ്സിൽ വലുതാവുമ്പോൾ ആരാണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ കുട്ടാട്ടനാണെന്നാ പറഞ്ഞത്.